ഹലോ, ഇന്നൊരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആണല്ലോ. അപ്പോൾ രാവിലെ നടക്കാൻ പോകാനൊക്കെ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഡേ ടൈമിനേക്കാളും നൈറ്റാണ് കേട്ടോ കൂടുതൽ. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ആയാലും നല്ല ഇരുട്ടാണ് കേട്ടോ. ഞാനിന്ന് നമ്മുടെ വില്ലേയുടെ അടുത്തുള്ള പാർക്കിൽ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. നടക്കാൻ അങ്ങനെ ഞാൻ അധികം പോകാറില്ല കേട്ടോ. പിന്നെ ഇവിടെ സമ്മർ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ വിൻ്റർ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ വില്ലേജിൻ്റെ അടുത്ത് 2 പാർക്കുണ്ട്. ഒന്നൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങൾ മോന് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അത് ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് വളരെ അടുത്താണ്. ഇവിടെ അല്ല കേട്ടോ ഞാനിന്ന് പോകുന്നത്. ഞാൻ പോകുന്നത് വേറൊരു പാർക്കിലാണ്. അതും കുറച്ച് അടുത്താണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അത് അത്യാവശ്യം വലിയൊരു പാർക്കാണ് കേട്ടോ. അതിലൊരു പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അറബ്സ് താമസിക്കുന്ന വീടുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്ലൈ ഓവറൊക്കെ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ നമുക്ക് ലിഫ്റ്റും യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്താണ് കേട്ടോ കയറിയത്. പിന്നെ ഇറങ്ങാൻ നേരത്ത് നമ്മൾ സ്റ്റെപ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ് കേട്ടോ, 311. ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ പാർക്ക്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും കാണത്തില്ല. പിന്നെ സാറ്റർഡേ സൺഡേ ഓഫുള്ള ദിവസങ്ങളിൽ നല്ല ആളാണ് കേട്ടോ. നല്ല തിരക്കാണ്. നമുക്കവിടെ പോകാൻ പോലും പറ്റത്തില്ല, അത്ര നല്ല തിരക്കാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാൻ വരുന്നവരും പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വരുന്നവരും ഒക്കെ കുറച്ച് പേരുണ്ട് കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു പോണ്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. രാവിലെയൊക്കെ നല്ല രസമാണ്. ഞാനധികം രാവിലെ അങ്ങനെ വന്നിട്ടില്ല. വൈകിട്ടൊക്കെ മോനെയും കൂട്ടി വരാറുണ്ട്. ഇവിടെ കുട്ടിയെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോണ്ടിന് ചുറ്റും നമുക്ക് നടക്കാം കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ ഈ പാർക്കും ചുറ്റിക്കണ്ട് വരുമ്പോൾ നല്ല ടയേർഡാവും. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ആ ഒരു ഏരിയയിലോട്ട് പോയില്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്പേസാണ്. 2 ഏരിയ ഉണ്ട് കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടിയെ കളിക്കാനായിട്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല കേട്ടോ. 2 സെക്ഷനായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുവിധം നല്ലോണം കളിക്കാൻ പറ്റും കേട്ടോ ഇവിടെ വന്നാൽ. പിന്നെ ഇവിടെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്നതാണ്. ഇവിടെ കാലിനും കൈക്കും പിന്നെ വയറിനും ഒക്കെ വേണ്ടിയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനും കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. പിന്നെ വല്ലപ്പോഴാണ് വന്ന് നമ്മൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാം കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലേഡീസും ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ സ്പോർട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫുട്ബോൾ പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് അങ്ങനെ സ്പോർട്സൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാനോ അങ്ങനെയൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല.
എന്നാലും ഞങ്ങൾക്കൊന്നും ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അങ്ങോട്ടൊന്നും പോയില്ല ഞാൻ. ഈ ഒരു പാർക്ക് ഇങ്ങനെ ചുറ്റിക്കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി ഏരിയ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ആ ഒരു കൂടാരം പോലെ കിട്ടിയേക്കുന്നില്ലേ, അവിടെ ഞാനിങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെയിലിയൊക്കെ നമുക്ക് നടക്കാനൊക്കെ വരാൻ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. ഞങ്ങളുടെ വില്ലേജിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് കുറച്ച് ചെറിയ പാർക്കാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എക്സസൈസ് ചെയ്യാൻ നടക്കാനൊക്കെ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഈ ഒരു പാർക്കാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ഈ ഒരു പോണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടിയെ കളിക്കാനായിട്ട് നല്ല ഏരിയ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് നടക്കാനായിട്ടും ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.